പല വാർത്തകളും വരുന്നു. ചില ആൾക്കാർ ഡിജിറ്റൽ മീഡിയയിൽ കേരളത്തിൽ, ഞാൻ അമേരിക്കൻ പത്രങ്ങളിലൊക്കെ നോക്കി, അവിടുന്ന് ഈ വാർത്ത വരുന്നില്ല. ഇപ്പോൾ കേരളത്തിലെ പല ഡിജിറ്റൽ മീഡിയയിലും വരുന്നുണ്ട്. KP യോഹന്നാനെ അമേരിക്കയിൽ കാറിടിച്ച് കൊല്ലാൻ ശ്രമിച്ചതാണോ അല്ലയോ? ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം, അമേരിക്കൻ മീഡിയ ഇത് വളരെ ഒരു സീരിയസ് ആയിട്ടും ഈ വാർത്ത എടുത്തിട്ടില്ല. കാരണം ടെയിൻറ്റഡ് ആയിരുന്നു, കറപ്റ്റഡ് ആയിരുന്നു, അവരെ വഹിക്കാൻ ശ്രമിച്ചു, അതിൻ്റെ പേരിലൊക്കെ ആയിരിക്കും. കാരണം ഡാലസിലുള്ള ലോക്കൽ ന്യൂസ് പേപ്പേഴ്സ് വരെ ഞാൻ എടുത്ത് നോക്കി, വെബിൽ കൂടെ. അവരൊന്നും ഇത് കവർ ചെയ്തിട്ടില്ല. KP യോഹന്നാൻ്റെ മരണവും ആക്സിഡൻറ്റും ഇതൊന്നും അവർ കവർ ചെയ്തിട്ടില്ല. അമേരിക്കയിലെ പ്രധാനപ്പെട്ട ന്യൂസ് പേപ്പറുകളും ഇതൊരു വാർത്തയായിട്ട് എടുത്തിട്ടില്ല. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. പിന്നെ മറ്റൊന്ന് ഞാൻ കാണുന്നത്, അതായത് KP യോഹന്നാനെ പറ്റി അന്വേഷിച്ച് ഞാൻ അമേരിക്കയിൽ ഈ പല ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് ഞാൻ മനസ്സിലാക്കിയത്, KP യോഹന്നാന് കേരളത്തിലും ഇന്ത്യയിലും ശത്രുക്കളൊന്നുമില്ല. പക്ഷെ അമേരിക്കയിൽ ഇയാൾക്ക് ഭയങ്കര ശത്രുക്കൾ. ആരോടൊക്കെ സംസാരിക്കുന്നു, ഇവിടെ ജോലി ചെയ്തവരോട് സംസാരിക്കുന്നു, ഇവരൊക്കെ പറയുന്നൊരു പോയിൻ്റുണ്ട്. അതായത് അവരുടെ സ്വത്തുമെല്ലാം വിറ്റിട്ട് അവിടെ വോളണ്ടിയറായിട്ട് അയാളുടെ ക്യാമ്പസിൽ പോയി താമസിച്ചിട്ട് അവർ അതിഭയങ്കരമായിട്ട് ചതിക്കപ്പെട്ടു. ഇപ്പം ഇതിൻ്റെ ഒരു സംഭവം ഇവരുടെ മനസ്സിലൊക്കെ ശരിക്കുമുണ്ട്. കാരണം ഞാൻ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് ഇവർക്ക് കൊടുത്ത ശേഷം ഇവരെനിക്ക് ഹൂസ്റ്റണിൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഒരു പാർട്ടി തന്നു. ഒരു 10-80 പേരുണ്ടായിരുന്നു, പഴയ GFAയിൽ വർക്ക് ചെയ്തവരാണ്. അപ്പം അന്ന് സംസാരിച്ച സമയത്ത് ഒരു ഡിന്നറാണ് ഇവർ തന്നത്. അപ്പോൾ ഇവരുടെ കുടുംബമായിട്ടൊക്കെ വന്നത്. അപ്പോൾ അന്ന് സംസാരിച്ച സമയത്ത് മനസ്സിലാക്കിയതാണ്, ഈ കേരളത്തിലും ഇന്ത്യയിലും ഇയാൾക്ക് ഇത്രയും ശത്രുക്കളില്ല, അമേരിക്കയിൽ ഇയാൾ ശരിക്കും ശത്രുക്കളെ ഉണ്ടായി. കാരണം അവർ വളരെ സിൻസിയറായിട്ട് വളരെ കാര്യമായിട്ട് ഇയാളുടെ കൂടെ വർക്ക് ചെയ്തിട്ട് വളരെ വർഷങ്ങളോളം ഇവരുടെ പണമെല്ലാം അടിച്ച് മാറ്റിയിട്ട് ഈ വർക്ക് ചെയ്തതെല്ലാം എവിടെ പോയി എന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു പാസ്റ്ററെ കണ്ടിരുന്നു, പാസ്റ്റർ ഗ്രെയിം. അപ്പോൾ അയാളുടെ വീഡിയോ, ഈ യൂട്യൂബ് വീഡിയോയുടെ താഴെ അതിൻ്റെ ലിങ്ക് ഇടും, ഗ്രേസ് ചർച്ച്. അപ്പോൾ അന്ന് ഇയാൾ കൺഫെഷനുമായിട്ട് ബന്ധപ്പെട്ട് ആ ചർച്ചിൽ നടത്തിയ ഒരു പ്രഭാഷണമാണ്. അതിനകത്ത് ഈ പാസ്റ്റർ അവസാനം കരയുകയാണ്. കാരണം ഇയാളെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്ന ഈ പാസ്റ്റർ അവസാനം ആ പള്ളിയിൽ വെച്ച് അവരുടെ മെമ്പേഴ്സിൻ്റെ മുമ്പിൽ വെച്ച് ഈ പാസ്റ്റർ കരയുന്ന ഒരു വീഡിയോ ആണ് ഇതിന്. അപ്പം അതും കേൾക്കുമ്പോഴേ മലയാളികൾക്ക് മനസ്സിലാക്കുകയുള്ളൂ എത്രമാത്രം ദുരൂഹമായിരുന്നു KP യോഹന്നാൻ. അപ്പം അതിൻ്റെ പേരിലാണ് KP യോഹന്നാൻ ഈ പോയ ഇമേജ് അമേരിക്കയിൽ പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടിയിട്ടില്ല. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്. കാരണം ഇയാൾക്ക് ശത്രുക്കളുമുണ്ട്. ഞാൻ പൂർണ്ണമായിട്ട് ഇത് തള്ളിക്കളയുന്നില്ല, കൊല്ലപ്പെടുക അത് സാധ്യത. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് വളരെ റിലയബിളായിട്ടുള്ള സോഴ്സിൽ നിന്ന് കിട്ടിയ വിവരമനുസരിച്ച് വിൽസ് പോയിൻറ്റിലെ ആ ക്യാമ്പസിൽ നിന്ന് ഇയാൾ പുറത്ത് നടക്കാൻ ഇറങ്ങുന്ന സമയത്ത് കേരളത്തിലെ സിജോ പന്തപ്പള്ളി എന്ന് പറഞ്ഞ അച്ഛനുമായിട്ട് ടെലിഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, മൊബൈലിൽ. ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സിജോ പന്തപ്പള്ളി പറയുന്നത്, പെട്ടെന്ന് ഈ ഫോൺ കട്ടാകുന്നു. ഞങ്ങൾ റോഡിൽ കൂടെ പോകുമ്പോഴാണ് സംസാരിച്ചുകൊണ്ട് ഫോൺ കട്ടാകുന്നു. അപ്പോൾ അതിനുശേഷം ഈ ഫോൺ പല ആവർത്തി സിജോ പന്തപ്പള്ളി വിളിക്കാൻ ശ്രമിച്ചിട്ട് ഫോണിൽ ബെല്ലടിക്കുക മാത്രമേ ഉള്ളൂ. പിന്നീട് സിജോ പന്തപ്പള്ളി അവിടെ ക്യാമ്പസിൽ വിളിച്ച് ചോദിക്കുമ്പോൾ അവർ പറയുന്നു പുറത്ത് നടക്കാൻ പോയേക്കുകയാണ്. ഇതൊക്കെയാണ് എനിക്കറിയാൻ സാധിച്ചത്. പിന്നീട് ഈ സിജോ വിളിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് ഫോൺ എടുക്കുന്നത് പോലീസാണ്. അപ്പോൾ പോലീസ് കാര്യങ്ങൾ പറയുന്നു, ആക്സിഡൻ്റ് ഉണ്ടായെന്നുള്ള വിവരങ്ങൾ ഓരോന്നായിട്ട് പറയുന്നു. ഇതാണ് എനിക്ക് വളരെ റിലയബിളായ സോഴ്സിൽ നിന്ന് അറിയാൻ സാധിച്ചത്. ഇതവിടെ നിൽക്കട്ടെ. പിന്നെ അടുത്ത ആളുകൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ഉണ്ട്. ഇനി എന്തായിരിക്കും ബിലീവേഴ്സ് ചർച്ച്, KP യോഹന്നാൻ ഉണ്ടാക്കിയ ഈ സ്ഥാപനങ്ങളുടെയൊക്കെ ഭാവി? ഞാൻ വളരെ കൃത്യമായിട്ട് ഞാൻ അകത്ത് കയറി അവിടുത്തെ പൊളിറ്റിക്സും അവിടെ പ്രശ്നങ്ങളുമൊക്കെ ആ സമയത്ത് ഞാൻ അറിഞ്ഞിടത്തോളം
ബിലീവേഴ്സ് ചർച്ചും ഈ കെ പി യോഹന്നാൻ ഉണ്ടാക്കിയ GFI ആണെങ്കിലും ഈ ഓർഗനൈസേഷൻ കൂടുതൽ നാൾ മുന്നോട്ട് പോകത്തില്ല. ഇത് പീസായിട്ട് അങ്ങ് പോകാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. പിന്നീട് മലയാള മാധ്യമങ്ങളിൽ പറയുന്നു അദ്ദേഹം 100-ൽ പരം സ്കൂളുകളും കോളേജുകളും ഒക്കെ ഉണ്ടാക്കി. ഞാനൊരു കാര്യം പറയാം, ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ FCRA സസ്പെൻഡ് ചെയ്ത ശേഷം ബിലീവേഴ്സ് ചർച്ചിൻ്റെ പല പള്ളികളിലും പല ഇൻസ്റ്റിറ്റ്യൂഷനിലും അവർക്ക് സാലറി കൊടുക്കുന്നില്ലായിരുന്നു, അച്ഛന്മാർക്കും അവിടെ ജോലി ചെയ്യുന്നു. അതിൻ്റെ പേരിലാണ് ബിലീവേഴ്സ് ചർച്ച് നടത്തിക്കൊണ്ടിരുന്ന റാന്നി കാർമൽ എഞ്ചിനീയറിംഗ് കോളേജ് അടച്ചുപൂട്ടിയത്. ആകെ അവിടെ റൺ ചെയ്യുന്ന 2 ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. ഒന്ന് മെഡിക്കൽ കോളേജും രണ്ടാമത് ആ ക്യാമ്പസിനകത്തുള്ള സെൻറ് തോമസ് സ്കൂളും. എൻ്റെ അറിവാണ്. ബാക്കിയുള്ളിടത്തൊന്നും ഇവർക്ക് പണമില്ലാത്തത് കൊണ്ട് ഇത് ഏതാണ്ട് ഡീറെയിൽ ചെയ്യുന്ന രീതിയിലാണ് പോകുന്നത്. പലരും വിട്ടുപോയി. പിന്നെ പല ആൾക്കാരും പല പള്ളികളും നടത്തുന്നുണ്ട്. നേരത്തെ ഉള്ള സംഭവമാണ്. അവരവരുടെ സ്വന്തമായിട്ട് ഇതങ്ങ് നടത്തി. അപ്പോൾ ഈ സാമ്പത്തികമില്ല. അതേപോലെ KP യോഹന്നാൻ അവിടെ ഒരു സെക്കൻഡ് ഇൻ കമാൻഡിനെ അവിടെ കൊണ്ടുവന്നേ ഇല്ല. കാരണം KP യോഹന്നാൻ്റെ സ്വഭാവം ഒരു അമേരിക്കക്കാരനെ പോലെയാണ്, ഒരു പകുതി അമേരിക്കക്കാരൻ്റെ രീതിയിലാണ്. അയാൾക്ക് ലോകത്താരെയും വിശ്വാസമില്ല. അവിടെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഈ പറയുന്ന ഈ നൈറ്റി കുപ്പായ വിട്ട ബിഷപ്പുമാരാണെങ്കിലും അയാൾക്ക് 1-2 പേരെ മാത്രമേ വിശ്വാസമുള്ളൂ. കാരണം ഇയാൾ ഒരാളെയും സെക്കൻഡ് ഇൻ കമാൻഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആരെയും കൊണ്ടുവന്ന് ഇയാളുടെ പ്രത്യേകിച്ചുള്ള സ്വഭാവം, പ്രത്യേകിച്ച് അമേരിക്കക്കാരൻ്റെ ഒരു സ്വഭാവമുണ്ട്, യൂസ് ആൻഡ് ത്രോ, ഉപയോഗിക്കുക കളയുക. ഇതിൻ്റെ പേരിലാണ് ഇദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്ത പല ആൾക്കാരെയും ഇദ്ദേഹം പറഞ്ഞ് പുറംകാല് കൊണ്ട് ചവിട്ടി ഓടിച്ചു. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടും പലതും അവിടെ നിലനിൽക്കുന്ന സംഭവമാണ്. പിന്നെ മറ്റൊരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം. ഞാനൊരു ക്ലാസിക് എക്സാമ്പിൾ പറയാം. ഇപ്പം കോഴഞ്ചേരിക്കാരനായിരുന്നു ഡോക്ടർ MA തോമസ്. ഇദ്ദേഹം ഒരു ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നു, ചാരിറ്റി പ്രവർത്തനമൊക്കെ ചെയ്ത് രാജസ്ഥാൻ കോട്ടയിലാണ്. കാരണം എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു. BJP ഗവൺമെൻറ് ഇരുന്ന സമയത്ത്, അതായത് സംസ്ഥാനത്തും രാജസ്ഥാൻ സംസ്ഥാനത്തും കേന്ദ്രത്തിലും BJP ഗവൺമെൻറ് ഇരുന്ന സമയത്ത് അവിടുത്തെ അന്നത്തെ MLA ഇപ്പോഴത്തെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള, ആ BJP ഗവൺമെൻറ് ഈ പറയുന്ന MA തോമസിന് പത്മശ്രീ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനം വളരെ ശ്ലാഘനീയമായ പ്രവർത്തനമാണ് ഇദ്ദേഹം നടത്തിയത്. ഏറ്റവും കൂടുതൽ ആ സമയത്ത് വടക്കേ ഇന്ത്യയിൽ നിന്ന് ലെപ്രസി വന്നവരെ റീഹാബിലിറ്റേറ്റ് ചെയ്തത് ഈ മനുഷ്യനാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരായിരുന്നു ഇമ്മാനുവേൽ മിഷൻ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചരിത്രം ഭയങ്കര, ഇദ്ദേഹത്തിൻ്റെ മകനെ പറ്റിയൊക്കെ എനിക്ക് നേരിട്ട് അറിയാവുന്നൊരു കേസാണ് ഈ സംഭവം. അപ്പം ഇദ്ദേഹം ഏകദേശം 100-ൽ പരം സ്കൂളുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇമ്മാനുവേൽ സ്കൂൾ നിങ്ങൾ ജയ്പൂരിലൊക്കെ പോകുമ്പം കാണാം. അതായത് നമ്മളിപ്പോൾ ഡൽഹിയുടെ ബോർഡർ കഴിഞ്ഞിട്ട് ജയ്പൂർ വഴി കോട്ടയിലോട്ട് പോവുകയാണെങ്കിൽ റോഡിൻ്റെ പല ഭാഗത്തും ഇമ്മാനുവേൽ മിഷൻ സ്കൂളുകളെല്ലാം ഇദ്ദേഹം സ്ഥാപിച്ചതാണ്. അതേപോലെ 10-50ഓളം ബൈബിൾ കോളേജും സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് നോർത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലെപ്രസി റീഹാബിലിറ്റേഷൻ സെൻറ്റർ സ്ഥാപിച്ചതിൻ്റെ പേരിലാണ് ഇദ്ദേഹത്തിന് BJP ഗവൺമെൻറ് പത്മശ്രീ കൊടുക്കുന്നത്. ഇദ്ദേഹം മരിച്ചുപോയി, വളരെ കാലം മുമ്പ് മരിച്ചുപോയി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നൊരു പ്രധാനപ്പെട്ട പോയിൻ്റ്, ഇദ്ദേഹത്തിൻ്റെ മരണശേഷം ഇദ്ദേഹത്തിൻ്റെ മകനുണ്ട്, അദ്ദേഹം അമേരിക്ക പഠിച്ചതാണ്, സാമുവൽ തോമസ്. ഈ ഒറ്റ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ലാതെ അത് നടത്തിക്കൊണ്ടിരുന്നവരെല്ലാം അതും കൊണ്ടങ്ങ് പോയി. ഉണ്ടായ സംഭവമായത്. ഇപ്പോഴവരുടെ കയ്യിലുള്ള കോട്ടയിലുള്ള ഇമ്മാനുവേൽ മിഷൻ സ്കൂളും അവിടെയുള്ള ഏതാണ്ടൊരു ഇൻസ്റ്റിറ്റ്യൂഷനും, അതല്ല 100ഓളം ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ ഒരാളുടെ ഗതികേടാണ് ഞാൻ പറയാം. അതാണ് പ്രധാനമായിട്ട് ഈ പെൻറ്റക്കോസ്റ്റ് ഇതേപോലുള്ള സഭയ്ക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇത് റൺ ചെയ്യാൻ ഇവരുടെ മക്കളെയൊക്കെ വിദേശത്ത് വിട്ട് പഠിപ്പിക്കും. അതേപോലെ തന്നെയാണ് KP യോഹന്നാനും ഉണ്ടായൊരു പ്രശ്നം. അദ്ദേഹത്തിൻ്റെ മകനുണ്ട്, മകളുണ്ട്, മകളുടെ ഭർത്താവുണ്ട്. ഈ 2 പിള്ളേരെയും അദ്ദേഹം വിദേശത്ത് വിട്ട് പഠിപ്പിച്ചു. ഒന്നാമത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ജർമ്മൻ ഒറിജിനാണ്, അമേരിക്കൻ ആയിട്ട് ജർമ്മൻ ഒറിജിനാണ്. അവിടെ വിട്ട് പഠിപ്പിച്ചിട്ട് KP യോഹന്നാൻ എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. അയാൾക്ക് KP യോഹന്നാന് പേടിയ
മക്കളെ പുറത്ത് വിട്ട് മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവരെ ആരെങ്കിലും ഉപദ്രവിക്കുമോ, അവരെ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഈ കെ പി യോഹന്നാൻ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് കെ പി യോഹന്നാൻ ഇപ്പോൾ കേരളത്തിൽ വന്നാൽ തന്നെയും ഈ പിള്ളേരും ഭാര്യയെല്ലാം ആ ക്യാമ്പസിനകത്ത് മാത്രമേ ഉള്ളൂ. അവർക്ക് അത് വിട്ട് പുറത്ത് പോയുള്ള ഇൻട്രാക്ഷനും പബ്ലിക് ഇൻട്രാക്ഷനും ഒന്നുമില്ല. അതുകൊണ്ട് ഈ കെ പി യോഹന്നാൻ്റെ മകൻ ഈ ഡാനിയേൽ എന്ന് പറഞ്ഞ ആൾക്ക് ഈ കെ പി യോഹന്നാൻ ഉണ്ടാക്കിയ സിംഹാസനം ഒന്നും റൺ ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. അപ്പോൾ ഇന്ത്യയിൽ ഇത്രമാത്രം പലയിടത്തായിട്ട് സ്വത്തുകളുണ്ട്, പ്രോപ്പർട്ടിയുണ്ട്, ഇവർ ഈ പറയുന്ന രൂപതകളും അതിരൂപതകളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഇപ്പോൾ ആരുടെ കയ്യിലിരിക്കുന്നു അവൻ ഇത് കൊണ്ടങ്ങ് പോകും. ഇതാണ് പൊതുവേ ഉണ്ടായിട്ടുള്ളത്. അത് ഏറ്റവും ആദ്യം സംഭവിക്കാൻ പോകുന്നത് ബിലീവേഴ്സ് ചർച്ചിൽ. കാരണം ഇത്രയും പ്രോപ്പർട്ടി ഉണ്ട്. ഇത് പല ആൾക്കാരും നോക്കുന്നവർക്കൊന്നും കഴിഞ്ഞ 2-3 വർഷം കൊണ്ട് ഫിനാൻഷ്യൽ ക്രൈസിസ് ആയിട്ട് ശമ്പളം കൊടുക്കുന്നില്ല. പിന്നെ കെ പി യോഹന്നാൻ്റെ ഒരു കരിഷ്മ കൊണ്ട് ഇതങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. അവർ ഉറപ്പായിട്ട് ഇത് വിട്ടിട്ട് പോകുമല്ലോ. അപ്പോൾ ഇത് വിട്ടിട്ട് പോകുമ്പോൾ ഈ സ്ഥാപനങ്ങളും അവരുടെ കയ്യിലിരിക്കും. അതേപോലെ ഈ 14,000-15,000 കോടിയുടെ പ്രോപ്പർട്ടി ഇന്ത്യയിൽ പല ഭാഗത്തായിട്ട് കിടക്കുന്നത്, ഇതിൻ്റെയൊക്കെ ഭാവി തുലാസിലാണ്. കാരണം ഇതിനകത്തുള്ള അടി എനിക്ക് ശരിക്കും അറിയാം. കാരണം അവിടെ ഇയാൾക്ക് ജൂനിയറായിട്ടുള്ള സിജോയെയാണ് ഇഷ്ടം. അവിടെ ബിഷപ്പുമാരുണ്ട്, അവർ തമ്മിലടിയാണ്. കാരണം ബേസിക്കലി മനസ്സിലാക്കേണ്ടത് ഇതൊരു സിസ്റ്റമാറ്റിക് വേയിലുണ്ടായ ഒരു ചർച്ചോ സഭയോ ഒന്നും അല്ല. നേരത്തെ കുറച്ച് പെന്തക്കോസ്റ്റിലെ പാസ്റ്റർമാരുണ്ടായിരുന്നു, അവർ ന്യൂ ഇവാഞ്ചലിക്കലാണ്, അവരെ കുപ്പായമിട്ട് അച്ഛന്മാരാക്കി തൊപ്പിയും വെച്ച് കൊടുത്തു. അപ്പോൾ ഇവർക്കൊന്നും ഈ എപ്പിസ്കോപ്പൽ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെപ്പറ്റി യാതൊരു പിടിയുമില്ല. ഇപ്പം നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ കാത്തലിക്സ് ചർച്ചാണെങ്കിലും അതേപോലെ ഓർത്തഡോക്സ് ചർച്ചാണെങ്കിലും കേരളത്തിലെ അവർക്കൊരു സിസ്റ്റത്തെയാണ് അവർ ഫോളോ ചെയ്യുന്നത്. പലതും പല ആൾക്കാരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പം ബിലീവേഴ്സ് ചർച്ചിൻ്റെയും യോഹന്നാൻ്റെയും ചർച്ചിൻ്റെയും എന്ത് കാര്യം പറഞ്ഞാലും അവരുടെ കുടുംബത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. കുടുംബത്തിലുള്ള ആൾക്കാരെ വെച്ചാണ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു സംഭവം എന്ന് പറയുന്നത്, അതിനെ കെ പി യോഹന്നാന് ശേഷം കെ പി യോഹൻ ആരിതിനെ അംഗീകരിക്കും? കാരണം പലരുടെയും പല അസറ്റുകളാണ്, കോടികളുടെ അസറ്റാണ് പലരും കെയർ ടേക്കറായിട്ടിരിക്കുന്നത്. ഇതെല്ലാം അവനവൻ്റെ പാട്ടിൽ എടുത്തുകൊണ്ട് പോകും. അവസാനം ഇതെല്ലാം കൂടെ അടിച്ച് പിരിഞ്ഞ് നാശമായി. കെ പി യോഹന്നാൻ്റെ മക്കളൊന്നും ഇത് നോക്കാൻ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ടൊന്നും വരുത്തൊന്നുമില്ല. 100% ഗ്യാരണ്ടിയാണ്.